ഹലോ ഗുട്ടൻ ടാഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് മേക്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെന്റൻസ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ട്, ലെസൺ 10 വരെ. ആ വീഡിയോസ് കണ്ട് ക്ലിയർ ആയതിനു ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്, എന്നാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. മെയിനായിട്ട് നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്. ഇനി നമുക്ക് നോമിനാറ്റീവ് കേസ് നോക്കാം. ഒരു സെന്റൻസിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിങ്ങനെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഷീ റീഡ്സ് എ ബുക്ക്. അവൾ ഒരു ബുക്ക് വായിക്കുന്നു. അപ്പോൾ അതിൽ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റീഡ്സ് എന്ന് പറയുന്നത് വെർബ്, എ ബുക്ക് അത് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പം നോർമലി ജർമ്മനിലും സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. പക്ഷേ ചില കൺജങ്ഷൻസ്, മറ്റ് ചില കേസുകൾ വരുമ്പോൾ, ആഡ് വെർബുകൾ വരുമ്പോഴൊക്കെ ഇതിന്റെ പൊസിഷനിൽ ചേഞ്ചസ് വരാം. അത് പിന്നീട് നമുക്ക് പഠിക്കാം. ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി സബ്ജക്ട് ഓഫ് ഈ സെന്റൻസ്. ദ സബ്ജക്ട് ഈസ് ദ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ദ ആക്ഷൻ ഓഫ് ദി വെർബ്. അതായത് നോമിനാറ്റീവ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. അത് ഒന്നുകിൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവായിരിക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ നോമിനാറ്റീവ് കേസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വേർ, ഹു, ആര്, വസ്, വാട്ട്, എന്ത്, ഈ 2 ക്വസ്റ്റ്യന് ആൻസർ പറയുന്നതാണ് നോമിനാറ്റീവ്. അതെങ്ങനെയാന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്, അല്ലെങ്കിൽ ദ ക്യാറ്റ് സ്ലീപ്സ്. ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ ടെൻസുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ജർമ്മനിൽ ഇപ്പം അവൻ എഴുതുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആ ഒരു ആക്ഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്, മലയാളത്തിലും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ജർമ്മൻസ് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാറില്ല. ഇപ്പം അവൻ എഴുതുന്നു എന്ന് പറഞ്ഞാലും അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരേ രീതിയിലാണ് സെന്റൻസ് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഇപ്പൊ നോമിനാറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ആണ്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്യാറ്റ് ആണ്. അപ്പം ഞാൻ ആ വെർബിനോട് ചോദിക്കുവാണ്, ആരാണ് ഉറങ്ങുന്നത്? അപ്പം ഞാൻ ആരാണ് ഉറങ്ങുന്നതെന്ന് ആ വെർബിനോട് ചോദിക്കുമ്പോൾ എനിക്കൊരു ആൻസർ കിട്ടുന്നുണ്ട്, ദ ക്യാറ്റ്, ക്യാറ്റ് ആണ് ഉറങ്ങുന്നത്. അപ്പോൾ വെർബിനോട് ആര്, വേർ അല്ലെങ്കിൽ ഹൂ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിൻ്റെ ഉത്തരം കിട്ടി. ആ ഉത്തരമാണ് നോമിനാറ്റീവ്, ഇതിന്റെ സബ്ജക്റ്റ്. ഡി കാറ്റ്സ്. ഇപ്പം നിങ്ങൾ ചോദിക്കാം, ഇപ്പോൾ ഡൗട്ട് തോന്നാം, ഡി കാറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഡി എന്താണ് എന്ന് ചോദിക്കാം. ഈ ഞാൻ പറഞ്ഞിരുന്നു ഓരോ നൗണിനും ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഇവിടെ ഡി കാറ്റ്സ്, ക്യാറ്റ് എന്നതാണ് ഇവിടുത്തെ നൗണ്, അതിന്റെ ആർട്ടിക്കിളാണ് ഡി. ഡെയർ, ഡെസ്, ഡി നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ ഇതെന്ന് പറയുന്ന ഒരു ഫെമിനിൻ നൗൺ ആണ്. സോ ഡി കാറ്റ്സ് സ്ലേഫ്ഡ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഷ്ലാഫൻ. ഷ്ലാഫൻ മീൻസ് ടു സ്ലീപ്പ്. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ചെയ്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇൻഫിനിറ്റീവ് ഫോം ഷ്ലാഫൻ. അപ്പോൾ എയർ, സി, എസ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലാറിനെ അനുസരിച്ചാണ് ഇത് കോൺജുഗേറ്റ് ചെയ്ത് സ്ലേഫ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഈ ഷ്ലാഫർ, ദു ഷ്ലേഫ്ഡ്, എയർ, സി, എസ്, ഷ്ലേഫ്ഡ്, അങ്ങനെ കോൺജുഗേഷൻ അത് പഠിച്ചിരിക്കുക. ഈഷ്, ദു, വിയർ, ഇയർ, സി, ഈ 5 വേർഡ്സും ഒഴികെ വരുന്ന ഓരോ സിംഗിൾ വേർഡും തേർഡ് പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സിംഗുലർ ആണെങ്കിൽ എയർ, സി, എസ് അതിന്റെ ബേസിലുള്ള കോൺജുഗേഷനും, അത് പ്ലൂറൽ ആണെങ്കിൽ സി, അതായത് ദേ, അതിന്റെ ബേസിലുള്ള കോൺജുഗേഷൻ ആയിരിക്കും. ഇത് ഞാൻ ലെസൺ 8 ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നന്നായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ ഡി കാറ്റ്സ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലാർ, അതിനെ ബേസ് ചെയ്തിട്ട്
ഡി കാറ്റ്സ് ഷ്ലേഫ്റ്റ് എന്ന് നമ്മൾ കോൺജുഗേറ്റ് ചെയ്ത് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദസ് ബുക്ക് ഈസ് ഇൻറ്ററസാൻറ്റ്. ഓക്കെ, അപ്പം ഇവിടുത്തെ വെർബ് സൈൻ ആണ്, ഇൻഫിനിറ്റീവ് ഫോം സൈൻ. അത് കോൺജുഗേറ്റ് ചെയ്ത് ഈസ്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ നൗണ് ബുക്കാണ്, ദസ് ബുക്ക്. ബുക്ക് എന്ന് പറയുന്നത് നോയ്ത്രാലാണ്, ഡസ് ആണ് അതിന്റെ ആർട്ടിക്കിള്. അതുകൊണ്ട് നമ്മൾ ദസ് ബുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻറ്ററസാൻറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇനി ഇത് നോമിനാറ്റീവ് ആണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം, ആ വെർബിനോട് ചോദിക്കുക എന്താണ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ബുക്കാണ് ഇൻട്രസ്റ്റിംഗ്, ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആ വെർബിനോട് നമ്മൾ ചോദിച്ചു എന്താണ് ഇൻട്രസ്റ്റിംഗ്, അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി, ബുക്കാണ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ചോദിച്ചു ആരാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. ആരാണ് ഉറങ്ങുന്നതിന് പകരം എന്താണ് ഉറങ്ങുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പേഴ്സൺ ഓർ എ ലിവിങ് തിങ്ങിനോടാണ് നമ്മൾ ഹൂ അല്ലെങ്കിൽ ആര് എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു തിങ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനോടാണ് നമ്മൾ എന്ത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, ആ ബുക്കാണ് ഇൻട്രസ്റ്റിംഗ് നമുക്ക് ഉത്തരം കിട്ടി. അടുത്തൊരു സെന്റൻസ് നോക്കാം. മൈ സിസ്റ്റർ ഈസ് ബ്യൂട്ടിഫുൾ. മൈന ശ്വസ്തർ ഈസ് ഷ്യൂൺ. സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ നൗണാണ്, അതിന്റെ ആർട്ടിക്കിള് ഡി ആണ്. മൈ എൻ്റെ പൊസസീവ് പ്രൊണോമൻ ആണ്. ഇവിടുത്തെ നൗൺ ഡി, അതായത് ഫെമിനിൻ ആയതുകൊണ്ട് അതിനനുസരിച്ച് പൊസസീവ് പ്രൊണോമൻ എഴുതുമ്പോൾ മൈന ശ്വസ്തർ. ഇവിടുത്തെ വെർബ് ഇൻഫിനിറ്റീവ് ഫോം സൈൻ, അതിന്റെ കോൺജുഗേറ്റഡ് ഫോം ആണ് ഇസ്റ്റ്. അപ്പൊ അതിനോട് നമ്മൾ ചോദിക്കുകയാണ് ആരാണ് ബ്യൂട്ടിഫുൾ. ആരാണ് ബ്യൂട്ടിഫുൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുവാണ് എൻ്റെ സിസ്റ്ററാണ് ബ്യൂട്ടിഫുൾ. അപ്പൊ അതാണ് അവിടുത്തെ സബ്ജക്റ്റ് നോമിനാറ്റീവ്. ഷ്യൂൺ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ദ കാർ ഈസ് റെഡ്. ദസ് ഔട്ടോ ഈസ് റോഡ്. ഔട്ടോ എന്ന് പറയുന്ന കാറ്, അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡസ് ആണ്, നോയ്ത്ര കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം ആ ഒരു വെർബിനോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് റെഡ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുകയാണ് ദ കാർ, ആ കാറാണ് റെഡ്. അപ്പോൾ ഒരു സെന്റൻസിലെ നോമിനാറ്റീവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ സെന്റൻസിലെ വെർബിനോട് ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ, അതായത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആര് എന്ന ചോദ്യം ആ വെർബിനോട് ചോദിക്കും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് അവിടുത്തെ സബ്ജക്റ്റ്, അതാണ് അവിടുത്തെ നോമിനാറ്റീവ്. ഒരു ജീവനില്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനോടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വെർബിനോട് ചോദിക്കുക എന്താണ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് അവിടുത്തെ സബ്ജക്റ്റ് അഥവാ നോമിനാറ്റീവ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്